വ്യത്യസ്തമായൊരു സുവിശേഷ പ്രഘോഷണവുമായി ബാംഗ്ലൂരിൽ നിന്നൊരു കുടുംബം ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷനിൽ. ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന GGM മിഷൻ കോൺഗ്രസിൽ ചിത്രങ്ങളിലൂടെയാണ് ഇവർ ബൈബിളിലെ സംഭവങ്ങൾ വിവരിക്കുന്നത്. ഹലോ, ഇക്കൊല്ലം ഇറ്റ് ഈസ് ജൂബിലി ഇയറാണ്. ജൂബിലി ഇയറിൻ്റെ ടാഗ് ലൈൻ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. അപ്പോൾ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നുള്ളത് ഒന്നും കൂടി ലഘൂകരിച്ച് സാധാരണ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജേണി ഓഫ് ഹോപ്പ്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയൊരു മെസ്സേജായിട്ട് കാണുന്നു ഈ ജൂബിലി കൊല്ലത്തെ ഈ ജേണി ഓഫ് ഹോപ്പ്. ഈ പ്രത്യാശ എന്നുള്ളത് മനുഷ്യവംശത്തിന് മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു കീവേഡാണ്. കീവേഡ് എന്ന് പറയാൻ പറ്റില്ല, പ്രത്യാശയില്ലാത്ത ജീവിതങ്ങളാണ് ലോകം മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഈ പ്രത്യാശ എങ്ങനെ ഹൈലൈറ്റ് എന്നുള്ള ചിന്ത ഇങ്ങനെ വളർന്നപ്പോൾ അത് എങ്ങനെ ചെയ്യാം, ഇത്രയും വലിയൊരു രാജ്യത്ത് സാധാരണക്കാരിൽ ഇത് എത്തിക്കാനായിട്ട് എന്ത് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് യാത്ര. ഈ ജീവിതം മുഴുവൻ ഒരു യാത്രയാണ്. യാത്രയിലൂടെയാണ് ദൈവം നമ്മൾക്ക് പലതരത്തിലുള്ള പല മെസ്സേജുകളും ഇതൊക്കെ തരണേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് 3 രാജാക്കന്മാരെ പോകുമ്പോൾ ഒരു വെളിച്ചം, ഓഫ് കോഴ്സ് നമ്മളത് ഒരു നക്ഷത്രമായിട്ട് കണക്കാക്കുന്നു, പക്ഷേ പരിശുദ്ധാത്മാവാണ് അവരെ നയിച്ചിരുന്നത്. പിന്നെ അപ്പോൾ ഓരോ ഇത് മുഴുവൻ ബൈബിളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ജേണികളാണ്. പലതരം യാത്ര, പലതരത്തിൽ ദൈവം അവരിലൂടെ പ്രവർത്തിച്ചിരുന്ന പല മേഖലകളും. ഫോർ എക്സാമ്പിൾ, ഇത് നോവയുടെ പെട്ടകമാണ്. ഈ പെട്ടകത്തിൻ്റെ ഒരു പ്രത്യേകത, ഓഫ് കോഴ്സ് അതിൻ്റെ ഉള്ളിലെ മൃഗങ്ങളും മനുഷ്യരും കൂടി ഒരുമിച്ച് സഹവസിച്ചിരുന്നു, ശരി തന്നെ. പക്ഷേ ഇതിന് പണ്ടത്തെ പോലെ ഒരു പായയോ ഒരു സ്റ്റിയറിങ്ങോ ഇല്ലാത്ത ഒരു കപ്പലായിരുന്നു. ദൈവം എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അതുപോലെ ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ടും ആശ്രയിച്ച് 40 ദിവസം വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുക. അതായത് ദൈവത്തിൻ്റെ ഹൃദയമനുസരിച്ച് നീങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ജോന അങ്ങോട്ട് പോകുമ്പോൾ ദൈവം ഒരു വാഹനം, ഒരു മീനാകുന്ന വാഹനം അയച്ച് നിനവയിലുള്ള ആൾക്കാർക്ക് മുഴുവൻ. അപ്പോൾ യാത്രകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കാണിക്കുന്നത് വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, അടുത്ത ജനറേഷൻ മുഴുവൻ കുറേ ഡ്രീമേഴ്സ് ആൻഡ് വിഷണറീസ് വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആ പടം പ്രത്യേകമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പടം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് കാരണമാണ്. അത് അബ്രഹാമിൻ്റെ കൊച്ചുമകൻ വളരെ കാത്തിരുന്നിട്ടാണ് ഒരു കൊച്ചുകുഞ്ഞിനെ കിട്ടിയത്. പക്ഷെ ദൈവം പറഞ്ഞു അവനെ തന്നെ സാക്രിഫൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ മലകയറ്റം വലിയൊരു ദുഷ്കരമായിരുന്നു. അതായത് സ്വന്തം കൊച്ചു കുഞ്ഞിനെ അരുമയായ കുഞ്ഞിനെ ബലി കഴിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ ഇതൊക്കെ എല്ലാം യാത്രയെ ഹൈലൈറ്റ് ചെയ്യണം. ഇതെല്ലാം കൊച്ചു കിളിവാതിലാണ് ബൈബിളിലേക്ക്. പല ആൾക്കാരും എനിക്കൊക്കെ ബൈബിൾ വായിക്കാനും അത് ഓർമ്മ വയ്ക്കാനും വാക്കുകളായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വിഷ്വൽ ഐഡിയ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പല രീതികളിൽ പ്രിപ്പയർ ചെയ്തിട്ടും പല കളക്ഷനിൽ നിന്നും എടുത്തിട്ടുള്ള വിഷ്വൽസ് ആണ്. അപ്പോൾ ഇതൊരു അടഞ്ഞ ബൈബിളല്ല, ഇത് ഓരോന്നും ഓരോ ചിത്രങ്ങളും ഓരോ കഥയാണ്. ഈ കഥയിലൂടെ ബൈബിളിലേക്ക് സാധാരണക്കാരെ ആകർഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യം. അപ്പോൾ ഇതിൽ നടക്കുമ്പോൾ ഇതൊരു വാക്കിംഗ് മെഡിറ്റേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇനി ഇവിടെ നോക്കിയാൽ പരിശുദ്ധാത്മാവാണ് ഈ യാത്രയിൽ മുഴുവൻ എല്ലാ മനുഷ്യരാശിനും മുഴുവൻ നയിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. മാത്രമല്ല മാതാവിൻ്റെ നിരന്തരമായ മധ്യസ്ഥ പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മോശ ബ്രോൺസ് സർപ്പൻറ്റിനെ കാണിച്ച് ഈ സർപ്പദംശനം ഏറ്റവരെ മുഴുവൻ ചികിത്സിച്ച് ഭേദമാക്കി. അതേപോലെ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ പടങ്ങൾ കാണുമ്പോൾ അവർക്ക് പുതിയൊരു മെസ്സേജ് പരിശുദ്ധാത്മാവ് കൊടുക്കുകയും അവരെ ബൈബിളിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ യാത്രയിലും എല്ലാ പ്രത്യാശ നഷ്ടപ്പെട്ട മേഖലകളിലൊക്കെ ദൈവം പ്രത്യേകമായിട്ട് ഇടപെട്ടിരുന്നു. ഈ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ഇത് മാർത്ത തലകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. എന്ത് ഞാൻ കൊടുക്കും, എന്ത് സെർവ് ചെയ്യും, ഷി വാസ് ടെൻസ്ഡ്. പക്ഷേ മേരി ഹൃദയത്തിൻ്റെ ആ മേഖലയിൽ കർത്താവിൻ്റെ പാദത്തിൽ വീണ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ തലയിലുള്ള ചിന്തകളെക്കാളും ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചെറിയ
ഒരു ഇൻസ്പിറേഷനാണ് ഈ പടം. ഹെഡ് ടു ഹാർട്ട്, ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ജേണി. ഈ ഒരു പടം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് പ്രത്യേക പാനൽ വെച്ചിട്ടുള്ളത്. ഇത് എത്യോപ്യയിൽ നിന്ന് വരുന്ന ഒരു ഷണ്ടൻ്റെ കഥ ആക്സ് 38-30 അറൗണ്ട് ആ ഭാഗത്തുണ്ട്. അപ്പോൾ ഫിലിപ്പിനെ അയച്ച് പരിശുദ്ധാത്മാവ് ഈ ഷണ്ടൻ എത്യോപ്യയിൽ നിന്നുള്ള പുള്ളിക്ക് ബൈബിൾ വായിക്കുന്നത് അത് എങ്ങനെ കൂടുതൽ വിടർത്തി അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ ബൈബിളിനെ പറ്റി ആഗ്രഹിച്ചാൽ ദൈവം എവിടുന്നെങ്കിലും റിസോഴ്സ് കൊണ്ടുവരും. നമുക്ക് ഹൃദയത്തിൻ്റെ നമുക്ക് ഏത് മേഖലയാണ് വേണ്ടത് ആ തരത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ ഈ ചിത്രങ്ങളിലൂടെ ബൈബിളിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്, പ്രത്യാശ, യാത്ര, എല്ലാം യാത്രയും പ്രത്യാശയുടെയും പലതരത്തിൽ. ഇതൊരു ഏറ്റവും ദുഷ്കരമായ യാത്ര. പൗലോസ്ലീഹായുടെ യാത്ര ഇപ്പോഴത്തെ തലമുറ പ്രത്യേകമായിട്ട് കേൾക്കേണ്ടതാണ്. എല്ലാം ദുഷ്കരവും ഒരു വെരി അഡ്വഞ്ചറസ്. ഇപ്പോഴത്തെ പല പിള്ളേരും ഹിമാലയത്തിലേക്ക് അവിടേക്കൊക്കെ ബൈക്കിലൊക്കെ പോകുന്നു. പക്ഷേ പൗലോസ്ലീഹായുടെ യാത്ര കേട്ട അവർ ഊർജം കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ യുവതലമുറയെ പറ്റി പറയുമ്പോൾ എസെക്കിയേലിൻ്റെ ഈ വാലി ഓഫ് ഡെത്ത്, ഇപ്പോഴത്തെ തലമുറ എല്ലാവരും ജീവനോടെ ഇരിക്കുന്നുണ്ട്, അവരാഘോഷിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഉള്ളിൽ ലൈഫില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ എസെക്കിയേൽ ചെയ്ത പോലെ അവരുടെ മേൽ വചനം ഊതി അവരെ ഒരു പുതിയ ജീവനിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്ന് ഈ ചിത്രങ്ങളിലൂടെ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഇത് എമ്മാവൂസിലേക്കുള്ള യാത്രയാണ്. രണ്ടുപേര് ഈ ലോകം ദിവസവും എന്ന് പറഞ്ഞാൽ മാറി മാറിയിരിക്കുന്ന അവസ്ഥയിൽ, പ്രത്യാശയിൽ അത് ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മളോട് കൂടെ ദൈവമുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് അതിൽ കൊടുക്കുന്നത്. ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെ, നമ്മുടെ ഒരു സഹയാത്രികനായിട്ട് നമ്മളുടെ വേദനകളിലൂടെയും സന്തോഷത്തിൽ കൂടെയും ഒക്കെയും ദൈവം നമ്മളെ കൂടെ നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യാശ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്നെയാണ്. മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഈ മണ്ണില് സീഡുകൾ ഇതാക്കിയിട്ട് ഉരുളകളാക്കി വെക്കും നമ്മുടെ കയ്യില്. എന്നിട്ട് അവിടേക്ക് എറിഞ്ഞേച്ചു പോരും. ആ വഴി കൂടെ പോകുമ്പോൾ അത് എറിഞ്ഞേച്ചു പോകും. മഴ പെയ്യുമ്പോൾ പെയ്തു ഇതിന്റെ ഇതുകളെ കാലാവസ്ഥകളൊക്കെ ആയി കഴിയുമ്പോൾ അത് തന്നെ മരങ്ങളായിട്ട് മാറും. അത് അങ്ങനെ അതൊരു നമുക്ക് എന്താ പറയാ ഒരു കാടാക്കിയോ അതൊക്കെ ആക്കി മാറ്റാം. അപ്പൊ ഞങ്ങളുടെ സീഡ്സ് highly visible spaces, nourished with stories and be patient for themselves. മലയാളം. അപ്പോൾ അതാണ് അതിന്റെ. അപ്പൊ ഞങ്ങൾ പറയും ഈ സീഡുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ കിട്ടുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വി ആർ സേവിങ് എ ലൈഫ് ഇവൻച്വലി. അപ്പൊ ദിസ് ഇസ് വൺ വേ ഓഫ് ഇവാഞ്ചലൈസേഷൻ. അപ്പൊ നമ്മൾ പറയാ ഇത് അങ്ങനെ ഇറ്റ് ഇസ് എന്താ പറയാ ഇതൊരു സട്ടിൽ വേ. ലൈക്ക് ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ പറ്റി ഈശോയെ പറ്റി പറയാനൊക്കെ വളരെ ബുദ്ധിമുട്ടും വളരെ റെസ്ട്രിക്ഷനുള്ള സമയത്ത് ഈ പടങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും സെക്യുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് ബ്രേക്ക് ചെയ്ത് ഈശോനെ കൊടുക്കാൻ പറ്റും. പെട്ടെന്നുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കൂളിൻ്റെ ചുമരയിൽ ഈ പടമുണ്ട്. അപ്പോൾ ഇത് ഏത് ഇൻസ്പെക്ഷൻ അത് പെട്ടെന്ന് ഒരു ഡെക്കറേറ്റഡ് ക്രിസ്ത്യൻ ഇമേജ് അല്ല അത്. പക്ഷേ ഏതെങ്കിലും ഒരു ആൾ വന്ന് ഒരു കുട്ടി വന്ന് ഇത് ഏതാണ് പടം എന്ന് ചോദിക്കുമ്പോൾ അടുത്തുള്ള ഒരു സഹപാഠി വന്നിട്ട് ഇത് നിനക്കറിയില്ലേ, ഇത് ഇന്ന അവസ്ഥയിൽ ഈ ഒരു കല്യാണത്തിന് റിസോഴ്സുകൾ തീർന്നു പോയപ്പോൾ കർത്താവ് വന്ന് അനുഗ്രഹിച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റിയൊരു കഥയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഒരു ഹോം ബേസ്ഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഇവാഞ്ചലൈസേഷനായി. സിയാത്ത് മിഷൻ്റെ ഈ കോൺഫറൻസിൽ വൈദികരോ സിസ്റ്റേഴ്സോ മാത്രമല്ല ഇവിടെ സ്റ്റോളുകൾ നടത്തുന്നത്, ആത്മായരുമുണ്ട്, കുടുംബങ്ങളുമുണ്ട്. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു കുടുംബത്തെയാണ് ഞങ്ങളിവിടെ പരിചയപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഒരു പ്രസിദ്ധമായ ഒരു ബ്രിട്ടീഷ് ടെലി സീരീസാണ് അഡോപ്ഷൻസ്. അതിൽ ഓരോ കുട്ടികൾ സംസാരിക്കുന്ന മുഴുവനും ചില കോഡുകളിലൂടെയാണ്, ചില ഇമോജികളിലൂടെയാണ്. ഇവരുടെ ശുശ്രൂഷയും അതുപോലെയാണ്. ചിത്രങ്ങളിലൂടെ അവർ കർത്താവിൻ്റെ സുവിശേഷം പകർന്നു കൊടുക്കുന്നു. കണ്ണിലൂടെ ഒരു ചിത്രം കയറിയാൽ മരണം വരെ പിന്നെ നമ്മളത് മറക്കത്തില്ല. ഒരു പുതിയൊരു ശുശ്രൂഷ, പുതിയൊരു ഇവാഞ്ചലൈസേഷൻ കൃത്യമായിട്ടും ഇതേപോലെയുള്ള ഈ കാലഘട്ടത്തിന് പരിശുദ്ധാത്മാവിനോടൊപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായി നമുക്ക് സാധിക്കട്ടെ. ക്യാമറാമാൻ ആൻ്റണി ജോസഫിനൊപ്പം സജി ആൻ്റണി, ഷെക്കിന ന്യൂസ്, കോട്ടയം.